മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സർ, ഇന്നലത്തെ ഒരു US വിപണിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു പ്രധാനപ്പെട്ട സൂചികകൾ കാണാൻ സാധിച്ചിരുന്നത്. അതേസമയം ഡൗ ജോൺസിനെ സംബന്ധിച്ച് വളരെ ഫ്ലാറ്റ് ആയ ഒരു ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ വിപണികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എന്താ നമ്മൾ അമേരിക്കൻ വിപണി നോക്കുമ്പോഴേക്കും ബോത്ത് ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ നമുക്കൊരു അല്പം വീക്ക്നെസ് കാണാൻ സാധിച്ചിരുന്നു. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 45,000 45,200 ഇത് വളരെ മേജർ റെസിസ്റ്റൻസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ 4 തവണ കഴിഞ്ഞ ഒരു 5-6 മാസത്തിനിടെ ഈ ഒരു ലെവലിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ആ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം അമേരിക്കൻ ഡൗ ജോൺസ് ഇൻഡെക്സിൽ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 44,400 പോയിന്റ് ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീക്കായി മാറും. അറ്റ് ദ സെയിം ടൈം നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് ഏരിയ 22,800 പോയിന്റ്. കറന്റ് ലെവൽസിൽ എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും നാസ്ഡാക്ക് ഇൻഡെക്സിലും കാണാൻ സാധിക്കുന്നില്ല. ഗോൾഡിലേക്ക് വരുമ്പോൾ ഗോൾഡിൽ നിന്നപ്പോൾ ഒരു വളരെ ഫ്ലാറ്റ് ടോണിലാണ് ട്രേഡിംഗ് നടന്നത്. ഏർലി അവേഴ്സ് മുതൽ കൂടുതലായിട്ടും ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് ഗോൾഡിൽ അന്താരാഷ്ട്ര വിപണിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒരു 10 ദിവസം മുൻപായിരുന്നു ഒരു പുതിയ ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിച്ച. അതിനുശേഷം സ്വർണത്തിന്റെ കേസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 8 സെഷൻസിൽ നമുക്ക് തുടർച്ചയായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ ഇടയായത്. അതിനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $3,348 ലെവലിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ക്രൂഡിലേക്ക് നോക്കുമ്പോൾ ക്രൂഡിൽ ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഏർലി അവേഴ്സിൽ ഒരു മൂവ്മെൻറ്റിന് ശേഷം ഒരു ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നതായിട്ടാണ് കാണുന്നത്. WTI ക്രൂഡിലേക്ക് എത്തുമ്പോഴേക്കും ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിൽ $61.8 എന്നൊരു നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ബ്രെൻറ്റിലാണെങ്കിലും സമാനമായ തരത്തിൽ വളരെ ഫ്ലാറ്റായ ഒരു ടോണിൽ $65.4 എന്നൊരു നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ക്രൂഡിന്റെ കേസിൽ ബെയറിഷ് ട്രെൻഡ് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് ക്രൂഡിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. എസ്പെഷ്യലി ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ $64 മുതൽ $65 വരെ. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോഴേക്കും കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്പം സൈഡ് വൈസ് ആയിട്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. തിങ്കളാഴ്ച വളരെ മികച്ച ഒരു മുന്നേറ്റം നടത്തിയെങ്കിൽ പോലും ഇന്നലെ നേരത്തൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടത്തുകയും ഒരു ഘട്ടത്തിൽ 24,900 എന്നൊരു ലെവലും കൈവിടുന്നൊരു സ്ഥിതിയായിരുന്നു കണ്ടത്. എന്നാൽ അവിടെ നിന്നൊക്കെ ഒരു ബൗൺസ് ബാക്ക് ചെയ്തുകൊണ്ട് 25,012.65 എന്നൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയും ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നതും 24,980.65 എന്ന നിലയിൽ ഏകദേശം 0.5% നേട്ടത്തിലുമാണ്. നിഫ്റ്റി 50യിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി മാറിയിട്ടുണ്ട്. നമ്മൾ നിഫ്റ്റി 50യുടെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ഏരിയ 25,000 പോയിന്റ്. ഈ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നിഫ്റ്റി 50ക്ക് 25,000 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോഴേക്കും ഒരുപക്ഷെ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു ഇന്നലത്തെ ഒരു മൂവ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 130 പോയിന്റ്സിന് മാത്രം ഒരു മുന്നേറ്റമാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. 55,865.15 എന്ന നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഡേ ഹൈ എന്ന് പറയുന്നത് 55,965.55 ഒപ്പം തന്നെ ഡേ ലോ എന്ന് പറയുന്നത് 55,608.15 എന്നൊരു നില. പ്രധാനമായിട്ടും ഒരു 500 പോയിന്റ്സ് അല്ലെങ്കിൽ 500 to 400 പോയിന്റ്സിനകത്ത് നിന്നാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡിംഗ് നടന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി മാറിയിട്ടുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 56,500 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. നമ്മൾ മറ്റ് വിഷയങ്ങളിലോട്ട് കടക്കുന്നതിന് മുൻപ് പ്രേക്ഷകരുടെ ശ്രദ്ധ നിഫ്റ്റി IT ഇൻഡെക്സിലോട്ടും കൂടി കൊണ്ടുവരുന്നു. നിഫ്റ്റി IT ഇൻഡെക്സിൽ ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നത് നിഫ്റ്റി IT ഇൻഡെക്സിൽ നമ്മൾ അതിന്റെ ബോട്ടം കണ്ടു കഴിഞ്ഞു.
സോ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് 35,600 പോയിന്റ് ആയിരിക്കണം. വരും സെഷനുകളിൽ ഈ 35,600 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ബോട്ടം കൺഫേം ചെയ്യാൻ സാധിക്കും. സാധാരണ ഇന്നലെ മികച്ചൊരു പ്രകടനം നടത്തിയൊരു സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ FMCG സൂചികയായിരുന്നു. FMCG സംബന്ധിച്ചിട്ട് 1% മുകളിലുള്ള ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്നലത്തെ ഒരു ഇൻട്രാഡേ മൂവ്മെൻറ്റിൽ വളരെ ശക്തമായിട്ടൊരു തുടർച്ചയായിട്ടൊരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നേറാനായിട്ട് സാധിച്ചിട്ടുമുണ്ടായിരുന്നു. നിഫ്റ്റി FMCG സൂചികയിലുള്ള ഈ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിഫ്റ്റി FMCG സെക്ടറിൽ നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് 54,400 പോയിന്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. ബട്ട് എങ്കിലും ഈ ഒരു സൈഡ് വേസ് പാറ്റേണിൽ നിന്ന് നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 57,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ബട്ട് FMCG സെക്ടറിൽ നിരവധി സ്റ്റോക്സിൽ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയാനുള്ളത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ കേസിൽ തീർച്ചയായിട്ടും ഒരു ബുള്ളിഷ് ട്രെൻഡായി മാറിക്കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു സ്റ്റോക്ക് ടാറ്റ കൺസ്യൂമർ. ടാറ്റ കൺസ്യൂമർ കഴിഞ്ഞ ഒരു 4-5 മാസങ്ങളായിട്ട് അണ്ടർ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് 1,100 രൂപയിലാണ് നമുക്ക് ഒരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കും. ഗോദ്രേജ് കൺസ്യൂമറിന്റെ കേസിൽ വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. 232 രൂപയിലാണ് നമ്മൾ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഒപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് മികച്ച ഒരു മുന്നേറ്റം നടത്തുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റി ഓട്ടോ സൂചികയാണ്. നിഫ്റ്റി ഓട്ടോയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 1.25% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ വളരെ ശക്തമായിട്ട് അപ്സൈഡ് മൂവ്മെൻറ്റ് നടത്തിയതിന് ശേഷം അവിടെ നിന്ന് ഒരു ഹൈ ലെവൽസിലാണ് സൂചിക കൺസോൾഡേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് കാര്യമായ തോതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ നേരിടാതെ ആ ഒരു ഹൈ ലെവൽസിൽ തന്നെയാണ് കൺസോൾഡേറ്റ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ സൂചികയിലുള്ള ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിന്റെ കേസിൽ വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഓട്ടോ സ്റ്റോക്സ് കൈവശം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കാം. അതിലിപ്പോൾ കറന്റ് ലെവൽസ് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കരുത്. ബിക്കോസ് ഐ സി എ ലോട്ട് ഓഫ് അപ്സൈഡ് ടു ഇറ്റ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. അതേസമയം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഡാർക്ക് ഹോഴ്സ് ഈ ഒരു സെക്ടറിൽ ഇറ്റ് ഇസ് ടാറ്റ മോട്ടോ. ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. എസ്പെഷ്യലി നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡർ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 703 രൂപ. 703ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 740 രൂപയിലാണ്. സാർ അതിനോടൊപ്പം തന്നെ കല്യാൺ ജ്വല്ലേഴ്സിലൊരു വ്യൂ കൂടി ചോദിക്കുകയാണ്. കല്യാൺ ജ്വല്ലേഴ്സിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു അണ്ടർ പെർഫോമിംഗ് ഓഹരിയായിട്ടാണ് കല്യാൺ ജ്വല്ലേഴ്സ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. 507.35 എന്ന നിലയിൽ ഏകദേശം 2.5% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നിഫ്റ്റി 50-ൽ ഉണ്ടായ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റിന് ആനുപാതികമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഒന്നും ഒരു പോസിറ്റീവ് ടോണൊന്നും തന്നെ ഈ ഒരു ഓഹരിയിലും കാണുന്നില്ല. കല്യാൺ ജ്വല്ലേഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി കല്യാൺ ജുവല്ലേഴ്സിന്റെ കേസിൽ നമുക്ക് വീക്ക്നെസ്സേ കാണാൻ സാധിക്കുന്നുള്ളൂ. കല്യാൺ ജുവല്ലേഴ്സിന്റെ കേസിൽ നമുക്ക് ഈ ഓഗസ്റ്റ് 8-ാം തീയതി വലിയൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 500 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്ക് നേരിടേണ്ടി വരും. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. സാറിനൊപ്പം തന്നെ ഈ ഒരു ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെക്ടറിലെ ചില ഓഹരികളിലേക്കാണ് വരുന്നത്. അതിൽ ആദ്യത്തേത് ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ്. ഈസാഫിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് എത്തിയ ഒരു ഓഹരി കൂടിയായിരുന്നു. എന്നാൽ പിന്നീട് അവിടെ നിന്നിങ്ങോട്ട് കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായിട്ട് ഒരു അണ്ടർ പെർഫോമിംഗ് ഓഹരിയായിട്ട് അല്ലെങ്കിൽ നിക്ഷേപകരെ പാരെ നിരാശപ്പെടുന്ന തരത്തിലുള്ള പ്രകടനമാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ 0.74% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഈ ഒരു സൂചികയ്ക്ക് ഈ ഒരു ഓഹരിക്ക് സാധിക്കുന്നുണ്ട്. ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈസാഫിന്റെ കേസിൽ കഴിഞ്ഞ 2-3 ക്വാർട്ടേഴ്സ് ആയിട്ട് ഇതിന്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് വളരെ സാറ്റിസ്ഫാക്ടറി അല്ലായിരുന്നു. അതിനെ തുടർന്നായിരുന്നു ഈ സ്റ്റോക്ക് നമ്മളെയൊക്കെ നിരാശപ്പെടുത്തിയത്. നിലവിൽ ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 29 രൂപയിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 34 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം.
സാറിനോടൊപ്പം തന്നെ L&T ഫൈനാൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടി ചോദിക്കുകയാണ്. കാരണം L&Tയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും കഴിഞ്ഞ ഏകദേശം ഓഗസ്റ്റ് 13-ാം തീയതി മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ട്രേഡിംഗ് അവസാനിപ്പിച്ച ഒരു ഓഹരിയായിട്ടാണ് കാണുന്നത്. ഇന്നലെയും ഏകദേശം 3% മുകളിലൊരു മുന്നേറ്റമാണ് ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. L&T ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? L&T ഫിനാൻസിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻഫാക്ട് ഇന്നലത്തെ ക്ലോസിംഗ് ലെവൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്ക് നമുക്ക് കൈവശം ഓൾറെഡി ഉണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. ബട്ട് കറന്റ് ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത്, കറക്ഷൻ നടക്കുന്ന സമയത്ത് ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. സാർ, അതോടൊപ്പം തന്നെ ചില റെയിൽവേ ഓഹരികളിലേക്ക് കൂടി എത്തുകയാണ്. അതിൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് RVNL ഉള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. RVNL സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഏകദേശം ഒരു 1.25% നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ച റെയിൽവേ ഓഹരികളിൽ ഒന്നാണ്. RVNL ഉള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? RVNLന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന് 315, 320 ഈ ഒരു റേഞ്ചിൽ വളരെ മികച്ച സപ്പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വരും സെഷൻസിൽ നമ്മൾ ആ ഒരു സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ വരും സെഷൻസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. സാർ, അതോടൊപ്പം തന്നെ IRFCയിൽ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. IRFCയെ സംബന്ധിച്ചും ഇന്നലെ ഏകദേശം 1.5% മുകളിലൊരു നേട്ടം നൽകിയ ഓഹരി കൂടിയാണ് IRFC. മാത്രമല്ല വളരെ ശക്തമായിട്ടൊരു വോളിയം ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. IRFCയിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? IRFCയുടെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ വളരെ മികച്ച ഒരു സപ്പോർട്ട് 120 രൂപയെ കാണുന്നുണ്ട്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല 120ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മളൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് 137 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാർ, അതിനോടൊപ്പം തന്നെ ചില ഡിഫൻസ് ഓഹരികളിലേക്ക് കൂടി എത്തുകയാണ്. ആദ്യമായിട്ട് ഭാരത് ഡൈനാമിക്സിലുള്ള ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഭാരത് ഡൈനാമിക്സിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 3.5% വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് നേരിട്ടുകൊണ്ടാണ്. ഒരു പക്ഷേ നിഫ്റ്റി 50യിലും മറ്റ് സെക്ടേഴ്സിലും ഒക്കെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായപ്പോൾ പോലും ആ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റിൽ നിന്ന് മുഖം തിരിച്ചുന്ന ഓഹരിയായിട്ടാണ് കാണുന്നത്. ഭാരത് ഡൈനാമിക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഭാരത് ഡൈനാമിക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ടാണ് കാണുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കിന്റെ ബോട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1440 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അടുത്ത 3 സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 1440 മുതൽ 1520 ഈ റേഞ്ചിലായിരിക്കണം. ഈ റേഞ്ചിൽ സപ്പോർട്ട് നമുക്ക് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ലോ റിസ്കിൽ ഒരു പുതിയ ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽ 1643. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സാർ, അടുത്തായിട്ട് അപ്പോളോ മൈക്രോ സിസ്റ്റത്തിലുള്ളൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 1% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് തുടർച്ചയായിട്ട് നേട്ടം നൽകി വരുന്ന ഓഹരി കൂടിയാണ് അപ്പോളോ മൈക്രോ സിസ്റ്റംസ്. ഈ ഒരു ഓഹരിയുള്ള തങ്ങളുടെ ഒരു ലോങ് ടേം എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? അപ്പോളോ മൈക്രോ സിസ്റ്റമിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. ബട്ട് ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ആ പൊസിഷൻ നിലനിർത്താം. നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ 2 റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 210 അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 220. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് 185, 190 ആ റേഞ്ചിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ശ്രമിക്കാം. സാർ, അതിനോടൊപ്പം തന്നെ ചില ന്യൂ ഏജ് കമ്പനികളിലേക്കാണ് വരുന്നത്. ആദ്യമായിട്ട് സ്വിഗ്ഗിയിലേക്കാണ് എത്തുന്നത്. സ്വിഗ്ഗിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ക്ലോസിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഏകദേശം 2.5% നേട്ടം നൽകിക്കൊണ്ട് 409.7 എന്ന നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സ്വിഗ്ഗി ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
സ്വിഗ്ഗിയുടെ കേസിൽ നല്ലൊരു വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 380 സപ്പോർട്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് തോന്നുന്നില്ല ഷോർട്ട് റണ്ണിൽ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ ടാർഗറ്റ് ലെവൽസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസുകൾ ആദ്യത്തെ 430 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് വളരെ ഹൈ അപ്സൈഡ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് റിസ്ക് ടു റിവാർഡ് റേഷ്യോ വളരെ ഫേവറബിൾ ആയിട്ട് ഈ സ്റ്റോക്കിൽ കാണുന്നത്. സർ, അതിനോടൊപ്പം തന്നെ ഇക്സിഗോയിലുള്ളൊരു വ്യൂ കൂടി ചോദിക്കുകയാണ്. ഇക്സിഗോയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ഏകദേശം ഒരു 6 ട്രേഡിംഗ് സെഷൻസിലായിട്ട് 26% ഒരു നേട്ടം നൽകിയ ഓഹരിയായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ 26% ഒരു നേട്ടം നൽകിയ ഓഹരിയായിട്ടാണ് കാണുന്നത്. തുടർച്ചയായിട്ട് മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെയും ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 0.91% നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്സിഗോ ഓഹരികളുള്ള ഈ ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് പേഴ്സണലി നോക്കി കാണുന്നത്? ഇക്സിഗോയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ ഹോൾഡ് ചെയ്യുക. ഈ സ്റ്റോക്ക് നിലവിൽ ഇതിന്റെ ഓൾ ടൈം ഹൈ ലെവൽസിലെ ട്രേഡിംഗ് നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേമിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളും ഷോർട്ട് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒരുങ്ങണം. ആൻഡ് ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കാവൂ. സാർ, ഒപ്പം തന്നെ ഫാർമയിലെ ചില ഓഹരികളിലേക്കാണ് വരുന്നത്. ഫാർമ സെക്ടറിൽ ഫൈസറിലുള്ളൊരു ടേക്കാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്. ഫൈസറിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 1.25% അടുത്തൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം കഴിഞ്ഞ വെള്ളി, അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ വ്യാഴം, അതിനോടൊപ്പം തന്നെ തിങ്കൾ ദിവസങ്ങളായിട്ട് പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റും ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഫൈസർ ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഫൈസറിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഒരേ ഒരു പ്രോബ്ലം എനിക്ക് കാണാൻ സാധിക്കുന്നു. 5,900 രൂപയിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ആ ഒരു ലെവലിൽ ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന നേരിയ ഇടിവ് ഇസ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ ഈ സ്റ്റോക്കിൽ ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തുടരാൻ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. 5,900 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു അപ്സൈഡ് ഷോർട്ട് ടേമിൽ കാണാൻ സാധിക്കും. സാർ, അതിനോടൊപ്പം തന്നെ മാർക്സ് ആൻഡ് ഫാർമറിലൊരു വ്യൂ കൂടി ചോദിക്കുകയാണ്. മാർക്സ് ആൻഡ് ഫാർമയെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു മാസമായിട്ട് തുടർച്ചയായിട്ട് നഷ്ടത്തിൽ ട്രേഡിംഗ് അവസാനിപ്പിക്കുന്ന ഒരു ഓഹരിയായിട്ടാണ് കാണുന്നത്. ചില ട്രേഡിംഗ് സെഷൻസ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ട്രേഡിംഗ് സെഷൻസിലും ഒരു നെഗറ്റീവ് ടോൺ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. മാർക്സ് ആൻഡ് ഫാർമറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി മാർക്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 178 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് 200 മുതൽ 220 ആ റേഞ്ചിലെ പൊസിഷൻ വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും വേണം. അടുത്തായിട്ട് BSEയിലുള്ളൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. BSE ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഒരു ഫ്ലാറ്റ് ലോ ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഓൾമോസ്റ്റ് ആ ഒരു ലെവലിൽ തന്നെയാണ്, ഒരു വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് BSE ഓഹരികൾ കാണുന്നത്. BSEയിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? BSEയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണുമെങ്കിൽ 2,600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറുന്ന കാണാൻ സാധിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2,280 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാർ, അതിനോടൊപ്പം തന്നെ മറ്റ് ചില ഓഹരികളിൽ കൂടി എത്തുകയാണ്. അതിൽ ആദ്യമായിട്ട് വരുന്നത് റൈറ്റ്സിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷനാണ്. റൈറ്റ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 2.5% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടാണ്. റൈറ്റ്സ് ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റൈറ്റ്സിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി കാണുന്നു. ഈ സ്റ്റോക്കിന് വളരെ മികച്ചൊരു സപ്പോർട്ടായിട്ട് 242 രൂപയിൽ ഫോം ചെയ്യുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ലെവലിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ 280 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. സാർ, ഒപ്പം തന്നെ നേരത്തെ നമ്മൾ കല്യാൺ ജ്വല്ലേഴ്സിനെ കുറിച്ച് സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗോൾഡ് സെഗ്മെന്റിലേക്ക് കൂടി വീണ്ടും വരികയാണ്. അതിൽ ആദ്യത്തേത് സെൻകോ ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇന്നലെ ഓഹരി 0.5% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
സെൻകോ ഗോൾഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിൽ കാണുന്ന ഒരു പ്രോബ്ലം, ഒത്തിരി ദിവസങ്ങൾ ട്രേഡിംഗ് നടക്കുന്ന സമയത്ത് ഇത് ഒന്നിൽ ലോവർ സർക്യൂട്ട് അല്ലെങ്കിൽ അപ്പർ സർക്യൂട്ടിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. അങ്ങനെ യൂഷ്വലി ഒരു പാറ്റേൺ കാണുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോക്കിൽ ഒരു മാനിപ്പുലേഷൻ നടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. എങ്കിലും ഈ സ്റ്റോക്കിൽ നമ്മൾ അതർവൈസ് കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ 400 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. സാറിനോടൊപ്പം തന്നെ കിറ്റെക്സ് ഗാർമെൻറ്റ്സിലേക്ക് കൂടി വരികയാണ്. കിറ്റെക്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ള ട്രേഡിംഗ് സെഷൻസിൽ ഒന്നുകിൽ ഒരു ലോവർ സെക്യൂട്ട് ലെവൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച പോലെ ഒരു അപ്പർ സെക്യൂട്ട് ലെവലിലായിരുന്നു ഓവർ ട്രേഡിംഗ് അവസാനിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്നലത്തെ ഒരു മുന്നേറ്റം പരിശോധിക്കുകയാണെങ്കിലും ഇന്നലെയും ഒരു അപ്പർ സെക്യൂട്ട് ലെവലിലേക്കായിരുന്നു ഓഹരി ഉയർന്നിട്ടുണ്ടായിരുന്നത്. കിറ്റെക്സിലുള്ള ഈ ഒരു തിരിച്ചുവരവ് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, നമ്മൾ കിറ്റെക്സിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 4-5 ആഴ്ചകളായിട്ട് തുടർച്ചയായിട്ട് നമുക്ക് സെല്ലിംഗ് ആയിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന ഈ നേരിയ റിക്കവറി, ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിങ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കറന്റ് ലെവൽസ് മുതൽ ഒരു 210-220 ഈ റേഞ്ചിൽ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ലെവൽസിൽ നമ്മൾ പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിനോടൊപ്പം തന്നെ ബി എല്ലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? ബി എല്ലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് അല്പം വീക്കായിട്ടുമാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 375 രൂപയിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 403 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. 403ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. സാറിനോടൊപ്പം തന്നെ ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിയായിട്ടുള്ള ജയ്സ്വാൾ നെൽകോ ഇൻഡസ്ട്രീസ് എന്നൊരു ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടെ പറയാം. ജയ്സ്വാൾ നെക്കോ ഇൻഡസ്ട്രീസ്, JAYASWAL നെക്കോ NECO ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഒരു സ്മോൾ ക്യാപ്പ് സ്പേസിൽപ്പെട്ട ഒരു ഓഹരിയാണ് സർ. അയൺ ആൻഡ് സ്റ്റീൽ പ്രൊഡക്ട്സിലാണ് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ജയ്സ്വാൾ നിക്കോന്റെ കേസിൽ അല്ല പറഞ്ഞതുപോലെ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ജൂലൈ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻ നിലനിർത്തുക. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 65 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം. സർ, അടുത്തായിട്ട് പേടിഎമ്മിലേക്കാണ് എത്തുന്നത്. പേടിഎമ്മിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴും കഴിഞ്ഞ വീക്കിലൊക്കെ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു. ഇന്നലെയും ഏകദേശം 4% അടുത്തുള്ള ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് പേടിഎം ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പേടിഎമ്മിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? പേടിഎമ്മിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 3 റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 1240, 1270, 1310. കറന്റ് ലെവൽസിൽ ഹോവർ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1135 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, നേരത്തെ നമ്മൾ ഓട്ടോ സൂചികയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യൂ കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഒല ഇലക്ട്രിക്കിലേക്ക് കൂടി വരികയാണ്. ഒല ഇലക്ട്രിക്കിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 8.5% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടാണ് ഒല ഇലക്ട്രിക് ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒല ഇലക്ട്രിക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലുള്ളൊരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അല്ല, ഈ ഒരു ചോദ്യം ചോദിച്ചതിന് ഐ തിങ്ക് ഇറ്റ്സ് വെരി വെരി റെലവെന്റ്. ഇൻഫാക്ട് ഞാൻ ഈ സ്റ്റോക്കിനെ കുറിച്ച് ഇന്ന് നേരത്തെ സംസാരിക്കാൻ ഇരിക്കുകയായിരുന്നു. ഓല ഇലക്ട്രിക്കിന്റെ കേസിൽ നമുക്ക് ലിസ്റ്റിങ്ങിന് ശേഷം നമ്മളെയൊക്കെ നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്കാണ് ഓല ഇലക്ട്രിക്. ബട്ട് നമ്മൾ ജൂൺ മാസത്തിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിന് വളരെ മികച്ച സപ്പോർട്ട് 38-42 ഈ റേഞ്ചിൽ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കിന്റെ ബോട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു. ബട്ട് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നമ്മൾ കഴിഞ്ഞ 3 ക്വാർട്ടേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച ക്വാർട്ടേഴ്സ് അല്ല. ബട്ട് നമ്മളൊരു കോൺട്രേറിയൻ, അതായത്
നിലവിലുള്ള ബെയറിഷ് ട്രെൻഡിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മളൊരു അല്പം റിസ്ക് എക്സ്ട്രാ ആയിട്ട് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമ്മളൊരു ലോങ് പൊസിഷൻ എടുക്കണം. നമ്മൾ 35 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിന് വലിയൊരു അപ്സൈഡാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 50, അതിനുശേഷം 55, അതിനുശേഷം 62. 62ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. യെസ് സാറിനൊപ്പം തന്നെ NTPC ഗ്രീനിലേക്ക് കൂടി വരികയാണ്. NTPC സംബന്ധിച്ചിട്ടും ഒരുപാട് എക്സ്പെക്റ്റേഷനുമായിട്ട് എത്തിയ ഒരു കമ്പനി, വിപണിയിലേക്ക് എത്തിയ ഒരു കമ്പനി കൂടിയായിരുന്നു NTPC ഗ്രീൻ. ആ നല്ല നേട്ടവും ഒരു ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് ഈ ഒരു ഓഹരിയിൽ ഒരു സെൽ ഓഫ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു 2% മുകളിൽ ഒരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് NTPC ഗ്രീൻ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. NTPC ഗ്രീനിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? NTPC ഗ്രീൻ്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും നിലവിൽ ബെയറിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന് 100 രൂപയിൽ വളരെ നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് വരും സെഷൻസിൽ നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 106, അതിനുശേഷം 112. 112ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കും. സർ, അവസാനമായിട്ട് വോൾട്ടാസ് ലിമിറ്റുള്ള ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. വോൾട്ടാസിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു GSTയുമായി ബന്ധപ്പെട്ട റീസ്ട്രക്ചറിംഗ് ഒക്കെ വരുമ്പോഴേക്കും വൈറ്റ് ഗുഡ്സിൽ കാര്യമായിട്ടുള്ള ഒരു പ്രൈസ് ചേഞ്ച് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓഹരിയിലേക്ക് എത്തുകയാണെങ്കിലും കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിലധികമായിട്ട് ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി വന്ന ഒരു ഓഹരി കൂടിയാണ് വോൾട്ടാസ്. ഇന്നലെയും 2% മുകളിലൊരു നേട്ടം നൽകിയിട്ടുണ്ട്. വോൾട്ടാസ് ഓഹരികളുടെ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വോൾട്ടാസിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്ക് നമ്മൾ ഫെബ്രുവരി മാസം മുതൽ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1120, 1480 ഈ ഒരു റേഞ്ചിൽ ഈ സ്റ്റോക്ക് പെട്ടുപോയിട്ടുണ്ട്. ഇറ്റ്സ് എ ഫെയർലി ബിഗ് റേഞ്ച്. ബട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് നമുക്ക് നൽകും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 1425 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം. യെസ്, ഏതായാലും ഇന്നത്തെ നമ്മുടെ മാർക്കറ്റ് ഫസിൻ്റെ ഒരു സെഷനോടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഒരു സോളിസിറ്റേഷനോ അല്ല. മാത്രമല്ല പ്രദീപ് സാർ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് കൃത്യമായ പഠനങ്ങൾക്ക് ശേഷം ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ചെയ്തതിനു ശേഷം മാത്രം നടത്തുക. ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അല്പസമയത്തിനകം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റും ഒപ്പം തന്നെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനറിൽ നിങ്ങളോടൊപ്പം വിഷ്ണുവും ഒപ്പം തന്നെ സഫാനും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.